ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ അത് സ്വന്തം ഇഷ്ടമാണ്. പക്ഷെ ജീവിക്കുന്നതിന് മുമ്പ് എന്തായാലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളല്ലേ, ഭഗവത്ഗീത എടുത്ത് അതിലെ 11-ാം അധ്യായം വിശ്വരൂപ ദർശനം ഒന്ന് പഠിക്കണം. അതൊന്ന് പഠന വിധേയമാക്കിയിട്ട് തീരുമാനിക്കൂ ജീവിക്കണോ വേണ്ടായോ. അദ്ദേഹം ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട്, ശ്രേഷ്ഠമായ മനസ്സുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അത് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം തന്നെ മനസ്സ് പറയുന്നു അദ്ദേഹത്തിനോട്, ഒരു ഫ്ലൈയിങ് ലെഫ്റ്റനന്റ് ആയി ജീവിക്കേണ്ടവനല്ല ഞാൻ. ഈ എത്രയോ വലിയ വലിയ പദവികൾ ഇനിയുമുണ്ട്. അതിലേക്ക് എത്തപ്പെടുവാൻ പറ്റുന്ന മാർഗം വളരെ ഈസിയായി പറഞ്ഞു തരുന്നു ഭഗവത്ഗീത. അങ്ങനെയെങ്കിൽ ഈ തളർച്ചയൊന്ന് മാറ്റാൻ ഇനി ഭഗവത്ഗീത മൊത്തം പഠിക്കണം. അങ്ങനെ അദ്ദേഹം ഭഗവത്ഗീത പഠിക്കുന്നു. ആ ഭഗവത്ഗീത പഠിച്ചിട്ട് അദ്ദേഹം ഇന്ത്യയുടെ തന്നെ പ്രഥമ, അതിന് മുമ്പ് IAS വന്നു, സീനിയർ സയന്റിസ്റ്റായി, ഒരുപക്ഷെ ഈ ചന്ദ്രയാന്റെ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച അദ്ദേഹം അവസാനം എത്തപ്പെടുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗരനായി, രാഷ്ട്രപതിയായി ലോകം അറിയപ്പെടുന്ന തരത്തിലേക്ക് അദ്ദേഹം വന്നു.